പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ശിവരഞ്ജിനിയെ കൊല്ലുന്നതിനായി ശിവരഞ്ജിനിയുടെ സഹോദരി. വീണ് കിട്ടിയ അവസരം വിനിയോഗിച്ചാൽ കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ബുദ്ധിപൂർവം കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുകയാണ് ഇപ്പോൾ വേണ്ടത്. അല്ലാതെ വെറുതെ സമയം കളഞ്ഞിട്ട് യാതൊരു ഉപകാരവും ഇല്ല എന്നുള്ള കാര്യവും തിരിച്ചറിയുന്നു. ഇതേ തുടർന്ന് തന്റെ നീക്കങ്ങൾ ശക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്നതിനായി തയ്യാറാവുകയാണ് അവർ. ശിവരഞ്ജിനിയുടെ മരണം അത് അത്യാവശ്യം തന്നെയാണ്. എന്നാൽ മാത്രമാണ് ഇനി കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ മുന്നിലേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾ മരിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പദ്ധതികൾ മുന്നിലേക്ക് നീക്കുകയാണ്. ഇതോടെ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് ഉണ്ടാകുന്നത് ജീവിതത്തിൽ. എന്നാൽ ഇതേ സമയം ഈ കാര്യമൊന്നും അറിയാതെയാണ് ശിവരഞ്ജിനി മുന്നിലേക്ക് പോകുന്നത്. തൻ്റെ സഹോദരിയെ വിശ്വസിക്കുന്നതിനും അവർ തയ്യാറാകുന്നു. പക്ഷേ ഇതിനിടയിലാണ് മീനു അബദ്ധം സംഭവിച്ചുകൊണ്ട് പുതിയ പ്രശ്നത്തിലേക്ക് എടുത്തു ചാടുന്നത്. സൂരജിനെ തെറ്റി ഫോൺ ചെയ്തതിനെ തുടർന്ന് സൂരജ് ദേഷ്യപ്പെടുകയാണ്. തന്നെ കാറ്ററിങ്ങിനെ വിളിച്ച് അപമാനിക്കുകയല്ലേ മീനു ചെയ്തത് എന്ന് ചോദിച്ചതിനെ തുടർന്ന് മീനു ആകെ ഞെട്ടിപ്പോകുന്നു. നമ്പർ മാറിപ്പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സാർ അത് തെറ്റിദ്ധരിച്ചതാണ് എന്ന് പറയുകയും ചെയ്യുന്നുവെങ്കിലും മീനു മനഃപൂർവ്വം തന്നെയാണ് ഇങ്ങനെ പ്രവർത്തിച്ചത് എന്ന് സൂരജ് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുന്നു. ഇതോടെ മീനുവിനാകെ വിഷമമായിരിക്കുകയാണ്. തന്റെ നിരപരാധിത്വം ഇതോടെ നേരിട്ട് പോയി കണ്ട് പറയണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മീനു എത്തിയിരിക്കുകയാണ് സൂരജിനെ വീണ്ടും കാണുന്നതിനായി. സൂരജിനോട് എനിക്ക് തെറ്റുപറ്റിയതാണ് സാർ എന്ന് ഏറ്റു പറയുകയാണ് മീനു. ഞാൻ മനഃപൂർവ്വം നിങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചതല്ല. കാര്യങ്ങൾ കൈവിട്ടുപോയി. അത് സത്യം തന്നെയാണ്. ഒരിക്കലും സൂരജ് സാറിനെ അപമാനിക്കണം എന്ന് ഞാൻ കരുതിയിരുന്നതല്ല. എന്നെ ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം എന്ന് വ്യക്തമാക്കുന്ന മീനു ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ സൂരജ് ആകട്ടെ പൂർണ്ണമായി കാര്യങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകാതെ മുന്നിലേക്ക് പോവുകയാണ്. എനിക്ക് നിന്നെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യവും ഇതേ തുടർന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ സമയം മീനു ഒടുവിൽ തൻ്റെ തെറ്റ് എങ്ങനെ മുന്നിൽ അവതരിപ്പിക്കും എന്ന് അറിയാതെ ആകെ വിഷമിക്കുമ്പോഴാണ് ഒടുവിൽ കാര്യങ്ങൾ സൂരജിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നത്. ഇതോടെ അവൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം സൂരജ് ഒടുവിൽ തിരിച്ചറിയുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ്